ഹായ് ഓൾ, ആൻഡ് ജോസഫ്. ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലെ എക്സ്പെൻസ് കുറച്ചാൽ കൂടുതൽ ലാഭം നേടാൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് സാധിക്കും എന്നുള്ള സബ്ജക്റ്റ് ആണ്. നമുക്കറിയാം, ഏതൊരു ഇൻവെസ്റ്റ്മെന്റും അതിന്റെ മുഖ്യ ഒരു പങ്ക് വഹിക്കുന്നത് എക്സ്പെൻസ് ആണ്. കാരണം എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും അതിൻ്റെ ആയിട്ടുള്ള ചെലവുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടിൽ അത് നോക്കുവാണെങ്കിൽ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് ഈടാക്കുന്ന ചാർജ്. അപ്പോൾ കമ്പയർ ടു മറ്റ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെ എക്സ്പെൻസ് കുറവുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നമുക്ക് പറയാം. ഇന്ന് സെബി റീസെന്റിലായിട്ട് പിന്നെയും എക്സ്പെൻസ് കുറയ്ക്കുകയും ചെയ്തു. ഇതിന്റെ ലാഭം നമുക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് ലോങ് ടേമിൽ വളരുന്നതിന് സഹായിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ ചെറിയൊരു ചില എക്സ്പെൻസ് റേഷ്യോയിലെ ചെറിയൊരു ചേഞ്ചസ് പോലും ലോങ് ടേമിൽ നല്ലൊരു ഡിഫറൻസ് ഓരോ ഇൻവെസ്റ്റേഴ്സിനും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ മറ്റേ ഇൻവെസ്റ്റ്മെന്റ് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടനവധി ഡിഫറൻസ് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊരു ബാങ്ക് എഫ് ഡി നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ സെക്യൂർഡ് ആയിട്ടുള്ള റിട്ടേൺ അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് കാണാൻ സാധിക്കും. എന്നാൽ ആ റിട്ടേൺസ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സർപ്ലസ് എമൗണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്നാണ്. ഇനി റിയൽ എസ്റ്റേറ്റ് നോക്കുവാണെങ്കിൽ അവിടെ ടാക്സ്, മെയിൻ്റെനൻസ് കോസ്റ്റ്, അതോടൊപ്പം വലിയൊരു ക്യാപിറ്റൽ തന്നെ ആവശ്യമായിട്ട് വരുന്നു. ഇനി ഡയറക്ടർ ട്രേഡിങ്ങിന്റെ ഇത് നോക്കുവാണെങ്കിൽ അവിടെ ബ്രോക്കറേജ്, ടാക്സ്, അതോടൊപ്പം തന്നെ ടൈം റിക്കവറി ആണ്, റിസ്ക്കും വളരെ കൂടുതലാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള SIP മോഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്. പ്രൊഫഷണൽ ഫണ്ട് മാനേജറിന്റെ സാന്നിധ്യം നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് നമുക്കുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇതുമൂലം ഏതൊരു റീറ്റെയിൽ ചെറിയൊരു എമൗണ്ട്, മിനിമം 500 റുപ്പീസ് എന്ന രീതിയിൽ പോലും നമുക്ക് ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും ലോങ് ടേമിലേക്ക് നമുക്കൊരു വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാര്യം നമ്മൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ക്യാപിറ്റൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമില്ല. അല്ലെങ്കിൽ പണം ഉണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് മാറി ഉള്ളതിന്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് SIP മോഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അത് നമുക്കൊരു സേവിങ് അല്ലെങ്കിൽ ഡിസിപ്ലിനിലൂടെ ലോങ് ടേം വെൽത്ത് ക്രിയേഷനിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ എക്സ്പെൻസ് കുറഞ്ഞ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കൂടുതൽ ഗ്രോത്ത് ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കും. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സും എടുക്കാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.